Good morning, family. Good morning, family. Have a nice day. 2024 നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലേ? അപ്പം 2024 എനിക്ക് കിട്ടിയത് കുറേ നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. 2024 ഞാൻ കുറേ കാര്യങ്ങൾ എയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടന്നു. കാരണം ഒന്ന്, തളപതി വിജയണ്ണനെ കാണുന്നു. പിന്നെ അത് സാധിച്ചു. പിന്നെ നല്ല ഒരു ഡാൻസർ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി ഒരു യൂട്യൂബ് ബ്ലോഗർ, അതും ഞാൻ 1K സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. എൻ്റെ ഫാമിലിയുടെ ഒപ്പം ഞാനും ഉണ്ട്. നിങ്ങളൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ പരിഹസിക്കാനും പുച്ഛിക്കാനും ഈ വർഷം എല്ലാവരും കാണും, ഉണ്ടാവായിരിക്കും. പക്ഷേ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ടിരുന്ന അവർ പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ നന്നാവുമെന്ന്. പക്ഷേ അവർ മിടുക്കൊണ്ടല്ല. നമ്മളെ മിടുക്കും, നമ്മളെ സ്ട്രഗിളും, നമ്മളെ സ്ട്രെയിനും, നമ്മളെ സ്ട്രെസ്സും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അതിപ്പോൾ പഠിത്തത്തിലായാലും ശരി, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും ശരി, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വർഷത്തെ സ്ട്രഗിൾ എടുത്തത്. പിന്നെ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, തളപതി വിജയണ്ണനെ കണ്ടു. പിന്നെ ഒരു നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡാൻസിൻ്റെ വേദിയിൽ കയറിയപ്പം എനിക്ക് ഭയങ്കര പരിഹാസവും പുച്ഛമൊക്കെ സംഭവിച്ചു. അന്ന് ഞാൻ വിഷമിച്ചു കുറേ. പിന്നെ നമ്മളെ ആൾക്കാരെ കണ്ട് ജീവിക്കരുത്. അങ്ങനെ ജീവിക്കാൻ പോയാൽ നമ്മൾ അവരിൽ അഡിക്റ്റായി പോയാൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടി, ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളെ നമ്മൾ നോക്കേ ചെയ്യരുത്. നമുക്ക് വരുന്ന വിജയങ്ങൾ മാത്രം നോക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ടോ അത് ധൈര്യത്തോടെ ഇറങ്ങി ചെയ്യണം. എന്നാൽ നമുക്ക് നമ്മളിലൊരു ഇഷ്ടവും വിലയും വേണം, സ്നേഹവും വേണം, കെയറും വേണം. എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വർഷമായിരുന്നു 2024. ലാസ്റ്റ് ഡേ ഒക്കെ വരുമ്പോഴും എനിക്ക് ഒരുപാട്, ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വർഷമാണ് ഈ വർഷം. കാരണം എൻ്റെ വിജയങ്ങളും പരാജയങ്ങളും ഒന്നിച്ച് ഞാൻ നേരിട്ട ഒരു വർഷമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു 2024. ഇനിയിപ്പോൾ നമുക്ക് ന്യൂ ഇയർ വരാൻ പോന്നു. അതിലുപരി ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞു. പക്ഷേ ഏതൊരു വർഷം വന്നാലും നമ്മളായിരിക്കണം. നമ്മളെ സ്വഭാവത്തിൽ നമ്മളൊരു മാറ്റവും വരുത്തരുത്. എനിക്കിത് പറയുന്നത് തോന്നി, ഞാൻ പറഞ്ഞു. എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന കുറേ ഫാമിലി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പം നിങ്ങളടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുവാ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നതെന്നേ പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരു പുതുവർഷ ദിന ആശംസകൾ. ഇതുവരെ എന്തായിരുന്നു എന്നല്ല കാര്യം. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ് നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കണം. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിരിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ, ലവ് യു ഓൾ.